സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. കണ്ണൂരും പാലക്കാടും റോഡിൽ ഇറങ്ങിയ കാട്ടാനകൾ ഗതാഗതം തടസ്സപ്പെടുത്തി. കോഴിക്കോട് മട്ടപ്പാടിയിലും വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. അട്ടപ്പാടിയിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശാന്തകുമാറിനെ ആക്രമിച്ച സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഇന്ന് കാട്ടാന ഇറങ്ങിയത്. പാടവയലിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അമ്പണ്ണൂർ ഹരിദാസ്, രാജൻ എന്നീ കർഷകരുടെ 300ഓളം വാഴയും 30ഓളം തെങ്ങുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത്. കമ്പിവേലിയും ഇലക്ട്രിക് ഫെൻസിംഗും എല്ലാം തകർത്താണ് ആന എത്തിയത്. പാലക്കാട് നെല്ലിയാമ്പതി പാതയിലും കാട്ടാനക്കൂട്ടമിറങ്ങി. മേഖലയിൽ 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളം കുടിക്കാണ്ട് വരുന്ന കേട്ടാ, ഇങ്ങോട്ട് വരുന്ന കേട്ടാ. കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴ പാലത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. അന്തർ സംസ്ഥാന പാതയിലെ ചെക്ക് പോസ്റ്റിന് സമീപത്തെത്തിയ ആന ഏറെ നേരത്തിന് ശേഷമാണ് വനത്തിലേക്ക് മടങ്ങിയത്. കോഴിക്കോട് വളയം, ചെക്കിയാട് പഞ്ചായത്തുകളിൽ മലയോര മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്ത്യവാതക്കൽ, ആയോട് എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ടുള്ള വന്യമൃഗ ശല്യം കാരണം ജനങ്ങൾ വരെ ഇപ്പം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. 16ഓളം വരുന്ന ആനകൾ ഇവിടെ സ്ഥിരമായിട്ട് തമ്പടിച്ചിരിക്കുകയാണ്. വനപാലകർ വന്നിട്ട് തുരത്തുവാൻ നോക്കിയിട്ടും RRTൻ്റെ അംഗങ്ങളുണ്ട്, PRT എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു സ്കീമിൽ ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും സംഗതി ഇത് ഒഴിഞ്ഞു പോകുന്നില്ല. 2 ദിവസം മുൻപ് ആനകൾ അഭയഗിരി മേഖലയിലും വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.